നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു റോഡ് എങ്ങനെ കറക്റ്റായിട്ട് വണ്ടി തിരിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പം എല്ലാവർക്കും ഒരു പ്രയാസമാണ്, ഒരുപാട് തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പലരും പോകാതെ മടിച്ചൊക്കെ ഇരിക്കുന്നു, വണ്ടി എടുക്കാതെ തന്നെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്ക് ഒരു വണ്ടി ഒന്ന് തിരിക്കാനുള്ള നമ്മുടെ ക്രോസ് കിടക്കും എന്നുണ്ടെങ്കിൽ, ഒരു റോഡിന്റെ ക്രോസ് കിടക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് വണ്ടി തിരിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് അങ്ങനെയുള്ള റോഡിൽ അങ്ങനെ തിരിക്കുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ നമുക്ക് ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമുക്കൊരു കമന്റ് ബോക്സ് ഉണ്ട്. കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നതാണ്. ഈ കമന്റ് ബോക്സിലെ കമന്റ് കണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ ഇട്ട് തരാം. ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സംശയമായാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് അതിനകത്തിൽ വന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനകത്ത് പറയാം. ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ എങ്ങനെയാണ് ഒരു വാഹനം കറക്റ്റ് ഈ ഒരു സ്പേസിൽ എങ്ങനെ വണ്ടി തിരിക്കാം എന്നതിനെ പറ്റി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് വണ്ടി തിരിച്ച് കാണിച്ചു തരാം. അതിനുശേഷം അതെങ്ങനെയൊക്കെയാണ് തിരിച്ചത്, എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് വണ്ടി തിരിഞ്ഞു വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വണ്ടി തിരിക്കാം. ഞാൻ ആ വണ്ടി തിരിച്ചു. ഞാൻ ആ വണ്ടി തിരിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ആ പഴയ പടി ഒന്നുകൂടെ ഇട്ട് തരാം. ഞാൻ ആ പഴയ പടി നമ്മൾ കിടന്ന രീതിയിൽ ഒന്നുകൂടെ ഇട്ട് തരാം. അതെങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പിന്നെ ചെയ്തതെന്ന് ഞാൻ അതിനകത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ തിരിച്ചതേ ഉള്ളൂ വണ്ടി. ഞാൻ ആ കിടന്ന പോലെ തന്നെ വണ്ടി ഒന്നുകൂടെ കൊണ്ട് തിരിച്ചിടാം. നമ്മൾ ഈ ഒരു പൊസിഷനാണ് വണ്ടി കിടന്നത് അല്ലെ, ഈ ഒരു പൊസിഷനെ കിടക്കും. അപ്പൊ നമ്മൾ എവിടെ ചെന്നെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടത് നമ്മുടെ സൈഡ് ഇത് കണ്ട, നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. നമ്മൾ ആ ഒരു സൈഡ് ചേർക്കുക. വണ്ടി ആദ്യം സൈഡ് ചേർത്തുകൊണ്ട് നമ്മൾ ഒരു സൈഡ് നമ്മൾ സെന്ററിൽ നിന്നല്ല വേണ്ട, നമ്മൾ ഈ സൈഡ് ചേർക്കുക. നമ്മൾ ഒരു സൈഡ് ചേർത്തുകൊണ്ട് നമ്മൾ ഫുള്ള് റൈറ്റ് തിരിക്കുക. ഫുള്ള് ലോക്ക് ആകുന്ന വരെ റൈറ്റ് തിരിക്കുക. ക്ലച്ച് ഒന്ന് മെല്ലെ മെല്ലെ എടുത്ത് അങ്ങോട്ട് വിടുക. നമ്മൾ ആ എൻഡ് വന്നു കഴിയുമ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് ഫുള്ള് തിരിച്ച് ലോക്ക് ചെയ്യുക. തിരിച്ച് ഫുള്ള് ലോക്ക് ചെയ്യുക. പതുക്കെ വണ്ടി എടുക്കുക. ക്ലച്ച് മൊത്തം എടുത്ത് പെട്ടെന്ന് എടുത്ത് വിടരുത്. പതുക്കെ ക്ലച്ച് എടുത്ത് പതുക്കെ എടുത്ത് വിടുക. ക്ലച്ചും ബ്രേക്കോട് സെറ്റ് ചെയ്ത് അവിടെ വണ്ടി നിർത്തുക. വീണ്ടും അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും ഫുള്ള് റൈറ്റ് തിരിക്കുക. പതുക്കെ ക്ലച്ചിന് നമ്മള് ബ്രേക്കിൽ മാറ്റി ക്ലച്ചിന് പതുക്കെ വണ്ടി മുമ്പോട്ട് എടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അതുപോലെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ഫുള്ള് ലെഫ്റ്റ് തന്നെ തിരിക്കുക. റൈറ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ഫുള്ള് റൈറ്റ് തന്നെ തിരിച്ചെടുക്കുക. പകുതിയായിട്ട് തിരിച്ചാൽ നിൽക്കരുത്. കാരണം നമുക്ക് പകുതി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആവുന്നുള്ളൂ വണ്ടി. നമുക്ക് ലെഫ്റ്റ് ആണ് തിരിക്കണമെങ്കിൽ ഫുള്ള് ലെഫ്റ്റ് തിരിക്കുക, റൈറ്റ് ആണ് തിരിക്കുകയെങ്കിൽ ഫുള്ള് റൈറ്റ് തിരിക്കുക. കാരണം നമ്മുടെ സെന്ററിൽ നിന്ന് എത്രയുണ്ടാകും ലെഫ്റ്റിലോട്ട്? ചില വണ്ടിക്ക് 1.5 ഉണ്ടാകും, ചില വണ്ടിക്ക് 1.25 ഉണ്ടാകും, ചില വണ്ടിക്ക് 2 ഉണ്ടാകും. പക്ഷെ നമുക്ക് പകുതിയെ തിരിച്ചുള്ള എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആകുന്നുള്ളൂ. നമുക്ക് നേരെ അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോകേണ്ട, നമുക്ക് ഫുള്ള് റൈറ്റ് തിരിക്കേണ്ട വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് റൈറ്റ് തിരിക്കുന്ന എങ്ങോട്ട് പോകും? നേരെ പോകും അല്ലേ? അപ്പം നമ്മൾ ഫുള്ള് റൈറ്റ് തന്നെ തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് റൈറ്റ് തിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അവിടെ ചെന്നിട്ട് നമ്മൾ പകുതിയെ തിരിക്കുന്നുള്ള എന്ത് ചെയ്യും?
വീണ്ടും ഇവിടെ തന്നെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ അല്ലേ, നമ്മൾ നേരെ തന്നെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഫുള്ള് റൈറ്റ് തിരിഞ്ഞാൽ എന്ത് ചെയ്തോളൂ, ബായിക്ക് അങ്ങോട്ട് പോകത്തുള്ളൂ ഇല്ലേ. ഫുൾ ലെഫ്റ്റ് തിരിഞ്ഞുമ്പോൾ ഫുള്ള് ലെഫ്റ്റ് റൈറ്റ്, ബായിക്ക് അങ്ങോട്ട് പോകും, റൈറ്റിലോട്ട് പോകും, അങ്ങനെ വരുവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് ലോക്ക് ചെയ്യുന്നത് അങ്ങോട്ട് ഫുള്ള് ലോക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് അതിനകത്തിൽ വന്ന അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള വീഡിയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള നമുക്ക് ഒട്ടും നേരങ്ങളെ അത് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.